നമസ്കാരം. മലയാളികളും സ്വർണവും അഭേദ്യമായൊരു ബന്ധമാണ്. പക്ഷേ ഇനി മലയാളികൾക്ക് കയ്യെത്താവുന്ന ദൂരത്തിലാണോ സ്വർണം എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. കാരണം ദിനംപ്രതി സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ റേറ്റ് നോക്കുവാണെങ്കിൽ ഒരു പവൻ സ്വർണം വാങ്ങിക്കുന്നതിന് 72,500 രൂപ, 70,000-ന് മേളിൽ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, പണിക്കൂലി ഉൾപ്പെടെ. ഒരു ഗ്രാമിന് ഏതാണ്ട് 8,400-450 രൂപയോളമാണ് ഇന്ന് വില. ഇന്നും ഏതാണ്ട് 100-150 രൂപ കൂടിയിട്ടുണ്ട്. കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല താനും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ കല്യാണങ്ങൾക്ക് പഞ്ഞമില്ല. കല്യാണത്തിൽ ഏതെങ്കിലും ഒരു പെങ്കൊച്ച് വെള്ളിയിട്ട് താലി കെട്ടുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് മലയാളികൾ. ഈ ലോകത്ത് ഇനി 1,00,000 രൂപ പവനായെന്ന് പറഞ്ഞാലും മലയാളികൾ സ്വർണം മേടിക്കുന്നത് നിർത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയധികം പൈസയാണോ മലയാളികളുടെ കയ്യിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് വാ പൊളിക്കേണ്ടി വരും. കാരണം നമ്മുടെ ഖജനാവ് കാലിയാണ്. നമുക്ക് ഈ പറയുന്ന പോലെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല കേരളം എന്ന് പറയുമ്പോഴും സ്വർണം വാങ്ങി കൂട്ടുന്നതിന് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുന്നു കേരളം. കല്യാണ മാമാങ്കങ്ങൾ നമുക്കറിയാം. തെക്കോട്ടുള്ള നമ്മുടെ ജില്ലകൾ എടുത്ത് നോക്കുവാണെങ്കിൽ, തിരുവനന്തപുരം, കൊല്ലമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവിടെ കല്യാണ മാമാങ്കങ്ങൾ നടത്തുന്നത്. നമ്മളിപ്പോൾ 2,000 രൂപ ഒരു വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ കല്യാണം വരുമ്പോൾ 2,000, 2,500 പ്ലസ് 2,000, അതായത് 4,500 രൂപ കൊടുക്കേണ്ടി വരും. ഇത് വളരെ ഒരു അടുത്ത സുഹൃത്ത് നമ്മളോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം കൊല്ലത്ത് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ കൊല്ലത്തിൻ്റെ കല്യാണ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് പുറത്തിരിക്കും ആൾക്കാർ, അതായത് നമ്മൾ കൊടുത്ത പൈസ ലിസ്റ്റും നമ്മൾ അന്ന് കൊടുത്ത പൈസയും വെച്ചിട്ടായിരിക്കും അവൾ കാത്തിരിക്കും, നമ്മളെ നോക്കി കാത്തിരിക്കുകയാണ്. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണല്ലേ. നമ്മളൊരു വീട്ടിൽ സ്നേഹത്തോടെ ഒരു പെണ്ണിന്റെ കല്യാണം നടക്കുമ്പോൾ 2,000 രൂപ കൊണ്ട് കൊടുക്കുന്നു. തിരിച്ച് അവന്റെ വീട്ടിലെ പെണ്ണിന്റെയോ ചെറുക്കന്റെയോ കല്യാണം നടക്കുമ്പോൾ ഈ പറയപ്പെടുന്ന 2,500 രൂപ പ്ലസ് 2,000 രൂപ ആഡഡ്, അതായത് 4,500 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഇല്ലെങ്കിൽ അവർ പറയും. അതായത് അവിടെ സത്യത്തിൽ പിന്നെ വേറൊരു കാര്യമാണ് കൊല്ലംകാർ ഇക്കൂടത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെണ്ണിന് വേണ്ടി വാങ്ങിച്ച കടങ്ങളും പെണ്ണിന് വേണ്ടി മുതൽ മുടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പിരിവോടുകൂടി തന്നെ ഇല്ലാതാവും. കൊല്ലംകാർക്ക് പെണ്ണിനെ കെട്ടിക്കുമ്പോൾ ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് കൊല്ലത്തുള്ള പെണ്ണിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ കൊല്ലം നാട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുകൊണ്ട് വരുമ്പോൾ ആ വീട്ടിലുള്ള അച്ഛനമ്മയൊക്കെ പാപ്പരായി മാറുന്ന അവസ്ഥയാണ്. സത്യത്തിൽ ഈ കല്യാണ മാമാങ്കങ്ങളിൽ പ്രത്യേകിച്ച് ഈ സ്വർണത്തിന് ഇത്രയും വില കൂടിയിരിക്കുന്നത് കൊണ്ടാവണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഒരു പെൺമകളെ കെട്ടിച്ചു വിടുന്ന അച്ഛനും അമ്മയൊക്കെ എന്നും പാപ്പരായി പോകും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ പെൺകുച്ചിനെ പഠിപ്പിച്ചത് കൊണ്ടോ, ഇന്ന് കാലത്ത് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട്, ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് ആരും കുടുംബം വിൽക്കേണ്ടി വരുന്നില്ല. പക്ഷേ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡഡ് ആണ്. മിക്ക പ്രൊഫഷണൽ കോഴ്സുകൾക്കും എഡ്യൂക്കേഷൻ ലോൺ അവൈലബിൾ ആണ്. ഒരു ഈടുമില്ലാതെ ലോണുകളെല്ലാം ബാങ്കുകാർ കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി. പക്ഷേ ഒരു കല്യാണം വരുമ്പോൾ എൻ്റെ മോക്ക് ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ, അല്ലെ അവിടെ ഒരു 5 പവനെങ്കിലും കൊടുത്ത് ഇറക്കി വിടണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ തീരെ അവസ്ഥയില്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ, അതായത് അന്നുള്ള ഉപജീവനം നടത്തിപ്പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ പെൺകുച്ചിനെ എങ്ങനെയാണ് 10 പവനും 20 പവനും ഒക്കെ കൊടുത്ത് ഇന്നത്തെ വിലയ്ക്ക് കെട്ടിച്ചു വിടാൻ പറ്റുന്നത്? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? കയ്യിൽ ഇപ്പോൾ പ്രമാണം ഉണ്ടെങ്കിൽ, വസ്തു ഉണ്ടെങ്കിൽ അത് കൊണ്ട് അങ്ങോട്ട് ബാങ്കിൽ വെക്കും. അതൊരു ഒടുക്കത്തെ പണയം വെക്കലായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, പിന്നീട് ഒരു കാലത്ത് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നീട് അവസാനം മകളും ഭർത്താവും തമ്മിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവൾ ഇട്ടുകൊണ്ട് വന്ന സ്വർണ്ണത്തിൽ നിന്ന് അവർക്ക് പണയം വെക്കാനൊന്നും കൊടുക്കുന്നില്ലെന്നുള്ള വിഷയങ്ങൾ വരുന്നു. അവരുടെ കടങ്ങൾ വീട്ടാനാണ് ഞങ്ങൾ പെണ്ണിനെ നോക്കിയെന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞ് പിന്നെയും കാശ് പെണ്ണ് വീട്ടുകാരോട് ചോദിക്കുന്നു. അങ്ങനെ അവസാനം കൂട്ട ആത്മഹത്യയിലേക്ക് നയിക്കുന്നു. അല്ലെങ്കിൽ ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടുന്നു, അല്ലെങ്കിൽ അവളുടെ സ്വന്തം വീട്ടിൽ വന്ന ആൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്വർണവും കല്യാണവും കൊണ്ട് ഇന്നത്തെ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത്. ഈ സ്വർണവും കല്യാണവും രണ്ടും ഈ പറയുന്ന അഭേദ്യ ബന്ധമാണ്. നമ്മുടെ വീട്ടുകാർ വിചാരിച്ചാൽ മാത്രമേ ഈ സ്വർണത്തിനുള്ള വില ഇടിച്ചു കളയാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ ആരും സ്വർണം വാങ്ങി കൂട്ടുന്നത് ഒരു അസറ്റ് ആയിട്ടല്ല. എല്ലായ്പ്പോഴും സ്വർണം വാങ്ങിക്കുന്ന അവരുടെ പെൺമക്കൾക്ക് വേണ്ടി തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഭൂമി വാങ്ങിക്കുന്ന പോലെ സ്വർണം വാങ്ങി കൂട്ടുന്നില്ല. സ്വർണം വാങ്ങി എല്ലായ്പ്പോഴും സൂക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പെൺമക്കളെ ആഢയാഭരണ ഭൂഷിതയായി കല്യാണ മണ്ഡപത്തിലേക്ക് അണിയിച്ചൊരുക്കി വിടാൻ വേണ്ടിയിട്ടാണ് മിക്ക മാതാപിതാക്കളും. കേരളത്തിലെ മിഡിൽ ക്ലാസ് ആയാലും ലോ മിഡിൽ ക്ലാസ് ആയാലും അപ്പർ മിഡിൽ ക്ലാസ് ആയാലും റിച്ചസ്റ്റിന്റെ കാര്യം അവിടെ വയ്ക്കട്ടെ, അതിൽ നമ്മുടെ സാധാരണ ജനങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നത് എല്ലായ്പ്പോഴും കല്യാണ മാമാങ്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് സ്വർണ്ണ വിപണിക്ക് ഇത്രയധികം മൂല്യം വരുന്നത്. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലെ പെൺമക്കളുള്ള അച്ഛനമ്മമാർ ചിന്തിക്കുകയാണ്, കെട്ടാൻ പോകുന്ന ചെറുക്കൻ ചിന്തിക്കുകയാണ്, സ്വർണ്ണം ഇടുന്ന പെൺകൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ സ്വർണ്ണം ഇട്ടുകൊണ്ട് ഞാൻ ആ കല്യാണ മണ്ഡപത്തിലേക്ക് കയറില്ല, ഞാനൊരു ഭാര്യ ആവില്ല എന്ന് തീരുമാനിച്ചാൽ അന്ന് തീരും ഈ സ്വർണത്തിന്റെ അഹങ്കാരവും ഹുങ്കും. അന്നത്തോടുകൂടി 72,000 വില പവൻ 72,000 ഇരുന്ന സ്വർണം ഷൂ എന്നും പറഞ്ഞൊരു പക്ഷേ 7,000-ഉം 4,000-ത്തിലേക്ക് താഴ്ന്നു പോകുന്നൊരു അവസ്ഥയും വിദൂരമൊന്നുമല്ല. പക്ഷെ അതിന് നമ്മുടെ സമൂഹം വിചാരിക്കണം. സ്വർണ്ണ വില കേട്ട് അന്തമിടുന്ന മലയാളി അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ കാര്യം ഒന്ന് ഓർക്കുക. നിങ്ങളാണ് സ്വർണത്തിന് ഇത്രയും വില കൂട്ടാനുള്ള കാരണക്കാർ, വേറെ ആരുമല്ല.
കച്ചവട കമ്പോളം, അതായത് വിവാഹ കമ്പോളത്തിൽ മക്കളെ സ്വർണ്ണാഭരണ വിഭൂഷിതയായി അല്ലെങ്കിൽ ഒരു പവന്റെ ഒരു പണവടയെങ്കിലും കൊടുത്ത് വിടണമെന്നുള്ള ആ ഒരു വൃത്തികെട്ട ദുരാചാരമാണ് എല്ലാ നാശത്തിനും എല്ലാ ദുരന്തങ്ങൾക്കും പെൺമക്കളുടെ ജീവിത ദുരന്തങ്ങൾക്കും എല്ലാം കാരണം. ആ ഒരു ചിന്ത, ആ ഒരു കാഴ്ചപ്പാട് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ അനുദിനം കുതിച്ചുയരുന്ന സ്വർണ്ണവില കൂപ്പുകുത്തി താഴേക്ക് വീഴാൻ അധിക കാലതാമസം ഉണ്ടാവില്ല.